ഇത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 2. വരുന്ന യാത്രക്കാരെ സ്വീകരിക്കാനും യാത്ര അയക്കാനും സദാ 20ഓളം വരുന്ന തെരുവ് നായ്ക്കൾ ഇവിടെ സജീവമാണ്. സുഖശയനം, മൃഷ്ടാനുഭോജനം. നിരവധി യാത്രക്കാരാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തെ ഭയക്കുന്നത്. കുട്ടികളെയും കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വരാൻ പേടിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഭീകരമായ ഒരു തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കേൾക്കുന്നതിന് ശേഷമായിരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി എടുക്കുക. അധികാരികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കൺമുന്നിലാണ് ഈ ശ്വാന ശയനം. എയർപോർട്ടിലേക്ക് കടക്കുന്ന ഓരോ വാഹനത്തെയും ആളുകളെയും AI ക്യാമറയും സ്കാനറും ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വച്ച് നിരീക്ഷിച്ച് സെക്കൻഡിന് കാശ് ഈടാക്കുന്ന എയർപോർട്ട് അതോറിറ്റിക്കും അദാനി ഗ്രൂപ്പിനും ഇതെന്തുപറ്റി? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 2ലാണ് തെരുവുനായ് ശല്യം അധികമായുള്ളത്. 20ഓളം വരുന്ന തെരുവുനായ്ക്കൾ യാത്രക്കാർക്കും യാത്ര അയക്കാൻ ഒപ്പം വരുന്നവർക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്ന തിരുവനന്തപുരം സ്വദേശിയായ പ്രവാസി യുവാവിനെ കഴിഞ്ഞ ദിവസം നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചതായി കേൾക്കുന്നു. പ്രവാസിയായ ഭർത്താവിനെ സ്വീകരിക്കാൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ കുടുംബത്തെ നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. അധികാരികളുടെ കൺമുന്നിൽ നായ്ക്കൾ കുരച്ചിട്ടും പ്രവാസിയായ വിമാനയാത്രക്കാർക്ക് പട്ടികളുടെ വില പോലും അധികാരികൾ നൽകുന്നില്ല. ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പൊന്നും വില കൊടുത്താണ് വിമാന ടിക്കറ്റുകൾ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. പക്ഷേ പ്രവാസികൾക്ക് അധികാരികൾ നൽകുന്നത് ഇത്തരം നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ്. ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ കാര്യമായ ഒരു തെരുവുനായ ആക്രമണം തന്നെ നടക്കേണ്ടി വരും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നായ്ക്കളെ കൊണ്ടുള്ള ശല്യം രൂക്ഷമാണെന്നും തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ തങ്ങൾക്ക് പേടിയാണെന്നാണ് ടെർമിനൽ 2ലെ ചില ഷോപ്പിലെ ജീവനക്കാർ പറയുന്നത്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ?